കടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള പരിശോധനയിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കോസ്റ്റൽ പോലീസ് രണ്ട് കുടുംബങ്ങളെയും അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് വി ശിവൻകുട്ടി, മുൻ മന്ത്രി കൂടിയായ വി ശിവൻകുട്ടി ജോണിന്റെ വീട്ടിൽ നേരിട്ടെത്തി കളക്ടറുമായി സംസാരിച്ചിട്ട് പോലും യാതൊരു വിധത്തിലുമുള്ള നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് ഇപ്പോൾ വി ശിവൻകുട്ടിയും അതുപോലെ തന്നെ എം വി ഗോവിന്ദനും അടക്കമുള്ളവർ ഈ ഷിജിന്റെ വീട്ടിലേക്ക് എത്തി നേരിൽ ഈ കുടുംബത്തിനെ കാണുമ്പോൾ മുതൽ തന്നെ ഈ ഒരു പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള കാഴ്ചയാണ് അദ്ദേഹത്തിന് പോലും അവിടെ കാണാൻ സാധിച്ചത്. അദ്ദേഹത്തിന്റെ പോലും കണ്ണുകൾ നിറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമെന്ന് മാധ്യമങ്ങളടക്കം കണ്ടത്. ഈ കോസ്റ്റൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും പറയുന്നത് പരിശോധന നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഏത് ഭാഗത്താണ് പരിശോധന നടക്കുന്നത്, എത്ര മണിക്കൂർ വരെ പരിശോധന നടക്കുന്നുണ്ട്, എന്തുകൊണ്ട് മത്സ്യത്തൊഴിലാളികളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് കടക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ഇവർ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ പോലും യാതൊരു വിധത്തിലുമുള്ള മറുപടി നൽകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ തങ്ങളുടെ പ്രിയപ്പെട്ടവൻ 8 ദിവസമായി എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തരേണ്ടവർ ഇപ്പോൾ മൗനം പാലിക്കുന്നതോടുകൂടിയാണ് ഈ ഷിജിന്റെ പ്രിയപ്പെട്ടവർ നടുത്തെരുവിലേക്ക് ഇറങ്ങി റോഡ് ഉപരോധത്തിലേക്ക് വരെ പോകേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്.